ബാക്കു വീണതോടെ യൂണിയൻ ജയിച്ചു. ഇത് കണ്ടതോ നാബേക്സിനും ഇനി യൂൻജാങ് സ്കൂൾ യൂണിയന് സ്വന്തം. ഇനി ആരെങ്കിലും ഉണ്ട് എന്നെ ഫൈറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞതും ഗോട്ടകം വെയ്യാത്ത കാലം കൊണ്ട് മുമ്പിലേക്ക് വന്നു. പെട്ടെന്ന് അവനെ മാറ്റി നക്കിൾസും കയ്യിലിട്ട് ഒരാൾ അവിടേക്ക് വന്നു. നമ്മുടെ ഹീറോ, എനിക്കറിയാമായിരുന്നു നീ വരുമെന്നേ, അതാ സൂഞ്ചയെ വെച്ച് ഞാൻ നിനക്കൊരു പണി തന്നത് എന്ന് പറഞ്ഞു. അത്രയും നേരം ബാക്കു തല്ലിയിട്ട് ഇടത് കൈയിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അത് പോക്കറ്റിലേക്ക് ഇട്ടു. അവനെ ഇടിക്കാൻ തുടങ്ങി. ഹീറോയെ ഒട്ടും മോശമല്ല. ആ നക്കിൾസ് വെച്ച് അവന്റെ കാലിനിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കിട്ടിയാലും മാറുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ മാറ്റി കാലിലും കയറി പിടിച്ചു. അതിനിട്ടും കൊടുക്കാൻ തുടങ്ങി. ഹീറോയുടെ നെഞ്ചിടിച്ച് കലക്കിയിട്ടുണ്ട്. രണ്ടുപേരും നിലത്ത് വീണ് കിടക്കാണ്. നാബേക്സിനും ആ ഇടി കൊണ്ട കാല് എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും വന്നു അവനെ ഇടിക്കാൻ തുടങ്ങി. ഹീറോ കുറെ ബ്ലോക്ക് ചെയ്യാൻ നോക്കി. തലക്ക് ഇടി കൊണ്ട് ചോര വരുന്നുണ്ട്. അവസാനത്തെ ഇടി കൊണ്ട് താഴെ വീണു. ബട്ട് ഉറപ്പായി എണീച്ചു വരുമല്ലോ, ഒരു അടി പോലും വെക്കാൻ പറ്റുന്നില്ല. നാബേക്സിനും അലറി കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹീറോ അവനെ ഇടിച്ച് താഴെ ഇട്ടു. ഒരു ദയം കാണിക്കാതെ കാലിന് നക്കിൾസ് വെച്ച് ഇടിക്കാൻ തുടങ്ങി. എത്ര മാറ്റി എടുത്തെറിഞ്ഞാലും വീണ്ടും തിരിച്ചു വന്നു. ആ കാലിന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാബേക്സിന് ആ നക്കിൾസ് വെച്ച കൈ പിടിച്ചോടിച്ചു. അവന്റെ മുഖത്തിനിട്ട് തന്നെ ഒരു കുത്തു കൊടുത്തു. തലക്ക് നോക്കി ഒരു കിക്ക് കൊടുത്തു. അവൻ നിലത്ത് വീണു. നാബേക്സിനും ബാക്കി എന്റെ കൈയിനിട്ടാണ് ഇടിക്കാൻ നോക്കിയത്, നീ ഇപ്പോ എന്റെ കാലിനാണ് ഇടിക്കുന്നത്, അടുത്തത് എന്താ നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചു. ഹീറോയെ ഇപ്പോ നിന്റെ കാല് ശരിക്കും നിലത്ത് പോലും കുത്താൻ പറ്റുന്നില്ല. കാരണം ഹീറോയോ ഇന്നലെ ബാക്കുവിന്റെ അടുത്ത് പോയി. നീ അവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവനെ ഇടിക്കാൻ നിനക്ക് മനസ്സ് വരില്ലായിരിക്കും. നീ എങ്ങനെ നിലത്ത് വീണ് പോയാൽ ഞാൻ അവിടേക്ക് എത്തും. നീ എണീക്കുന്നത് വരെ ഞാൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും എന്നൊക്കെ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം കേട്ട് നാബേക്സിന് പിന്നിലേക്ക് നോക്കിയത് ബാഗ് എണീച്ചു വന്ന ഒരു കിൻഡൽ ഇടി ഇടിച്ചു. നാബേക്സിനും കൈയും കാലും ഒന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല. അതോടുകൂടി അവൻ നിലത്തേക്ക് വീണു. അവർ ജയിച്ചു. ബാക്കും നാബേക്സിനെ സോറി, പക്ഷെ നീ എന്നോട് സോറി പറയണം. നിന്നെ സേവ് ചെയ്യാനാ ഞാൻ നിനക്ക് എല്ലാം പഠിപ്പിച്ചു തന്നത്. പക്ഷെ നീ അതെല്ലാം വെച്ച് ഇല്ലീഗൽ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു ഫ്രണ്ടിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ചതി. എന്നിട്ട് ബാക്കുവും ഫൈറ്റ് അവസാനിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടത് എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങി. പിരിഞ്ഞു പോയി. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ നാബേക്സിന് ഒട്ടും വയ്യാതെ മഴത്ത് അങ്ങനെ നിലത്ത് കിടക്കാണ്. അവനെ എന്തൊക്കെയോ ഓർത്ത് കിടക്കുന്നുണ്ട്. അവര് പുറത്തേക്ക് ഇറങ്ങിയതും ഹിയോമേനും അവന്റെ സ്വന്തം ഫൈറ്റിനെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജൂൺടെ അങ്ങോട്ട് വന്നു. അന്ന് മുതൽ എല്ലാം പഴയതുപോലെയായി മാറി. ജൂൺടെയും ബാക്കുവും കോട്ടക്കും ക്ലാസ്സിൽ വരുമ്പോൾ സാധാരണയായി ഹീറോയാണ് കാത്തു നിൽക്കാറ്. ഇപ്രാവശ്യം ഹീറോ അവരെയാണ് കാത്തു നിൽക്കുന്നത്. ആ യൂണിയൻ തന്നെ ഷട്ട് ഓൺ ആയി. നാബേക്സിനെ പിന്നെ ആരും കണ്ടിട്ട് പോലുമില്ല. ആർക്കും അവൻ എവിടെയാണ് പോയതോ എന്ന് പോലും അറിയില്ല. ബാക്കുവും ഹീറോ ഇരിക്കുമ്പോൾ അവർക്കൊരു കോൾ വന്നു. അത് ആരായിരിക്കും? പുതിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? കാണാം അടുത്ത പാർട്ടിൽ.